ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. വിശേഷം പറയാൻ ഞാൻ ആരാ? വാർത്താ വായനക്കാരിയോ? അതല്ല, ഗിരീടിന് എന്തോ പറ്റിയിട്ടുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ ഓരോരോ കുത്തുവാക്കുകളും പറഞ്ഞ് വെറുതെ കുറ്റപ്പെടുത്തും. ഈശ്വര, ഹലോ ഹലോ, ഞാൻ ശ്യാമാണ്. ഹായ് ബേട്ടാ, തൂ കൈസേ ഹെ ബേട്ടാ? സുഖാണോ? ശാലിനില്ലേ അവിടെ? നെയ് നെയ്, ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. ഓ, എവിടെ പോയി? ഒരുങ്ങി പുറത്തേക്ക് പോന്ന കണ്ടു. രാവിലെ പോയതാ. ഇല്ല, വന്നിട്ടില്ല. ആ പറയാം പറയാം. ആ ഇനി തശാമിട്ട ഞാനാ കഞ്ചനമ്മേ. ശാലിനി എവിടെ പോയെന്നാ പറഞ്ഞത്? അതിനുള്ള മറുപടി നിന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചോദിച്ചാ മതി. പിന്നെയും പിന്നെ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഇവിടെ ഇപ്പൊ ആരും ഇല്ലാന്ന് പറഞ്ഞില്ലേ? എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല. എന്ത് പറ്റി കഞ്ചനമ്മേ? ഓ, രാവിലെ തറ കഴുകി തുടച്ചോണ്ടിരുന്നപ്പോ ഒന്ന് സ്ലിപ്പായി. നടുവിനൊരു പിടുത്തം. ഉടനെ തന്നെ ശാലിനി മോല് തടവി തന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. ശരി കഞ്ചനമ്മേ, എന്നാ പിന്നെ ഞങ്ങള് രാത്രി വിളിക്കാം. ശാലിനിയോടും ഗാഥയോടൊക്കെ പറഞ്ഞേക്കണേ. ഓ ശരി ശരി. വിനോദസഞ്ചാരത്തിന് പോയവര് വിശേഷം തിരക്കാൻ വിളിച്ചതാ. വിശേഷം പറയാൻ ഞാൻ ആരാ? വാർത്താ വായനക്കാരിയോ? ശ്യാമേട്ടിന് കിങ്ങേച്ചിയല്ലേ വിളിച്ചത്? ആണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് എന്തിനാ കഞ്ചനമ്മ കള്ളം പറഞ്ഞേ? എനിക്ക് മനസ്സുണ്ടായിട്ട് നീ എന്താ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങാനോ? എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പറയുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. ഏതവളുമാർക്ക് എന്നെ ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളൊന്നും അറിയണല്ലോ. കഞ്ചനമ്മ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ശ്യാമേട്ട വിളിച്ചപ്പോ ഒന്ന് ഫോൺ തരാമായിരുന്നില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എനിക്ക് നല്ല മനസ്സില്ലായിരുന്നു. ഞാനാരാ, നിന്റെ പി ആണോ ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് വിളിച്ചു തരാൻ? സൗകര്യത്തിന് സംസാരിക്കണെങ്കിലേ ഒരു സെൽഫോൺ വാങ്ങിച്ചു തന്നിട്ട് പോകാൻ പറയായിരുന്നില്ലേ നിന്റെ വക്കീലാങ്ങളോട്? ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്നെ കുറിച്ച് എനിക്ക് വളരെ തൃപ്തിയായിട്ടിരിക്കാം. ഇതെന്തു പറ്റി? വന്നിടുന്ന ഡ്രസ് പോലും മാറാതെ ഒരു കിടപ്പ്. ദാ ചായ കുടി ഗിരിയേട്ടാ. ഗിരിയേട്ടനെന്താ വല്ലാത്തൊരു ക്ഷീണം പോലെ? ഏയ്, ഇന്നെന്താ ഓഫീസ് വല്ല പ്രശ്നം ഉണ്ടായോ? ആകെ ഒരു മൂഡ് ഓഫ്. എന്താ ഗിരിയേട്ടാ? എന്ത്? അല്ല, ഗിരിയേട്ടന് ആകെ വല്ലാതിരിക്കുന്നു. ഏയ്, ഒന്നുമില്ല. അതല്ല, ഗിരിയേട്ടന് എന്തോ പറ്റിയിട്ടുണ്ട്. മോൻ കണ്ടാൽ അറിയാലോ. എന്തു പറ്റി ഗിരിയേട്ടാ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ?
കഞ്ചനാമ്മയ്ക്ക് എന്നോട് എന്താ ഗിരിയേട്ട ഇത്ര ദേഷ്യം? എന്നെ കാണുമ്പോഴൊക്കെ ഓരോരോ കുത്തുവാക്കുകളും പറഞ്ഞ് വെറുതെ കുറ്റപ്പെടുത്തും. ഞാൻ കഞ്ചനാമ്മയോട് എന്ത് തെറ്റാ ചെയ്തെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ശ്യാമേട്ടൻ വിളിച്ചപ്പോ എനിക്ക് ഫോൺ പോലും തന്നില്ല. ഞാൻ അടുത്തുണ്ടായിരുന്നിട്ടും ഇല്ലാന്ന് കഞ്ചനാമ്മ കള്ളം പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ കഞ്ചനാമ്മ എന്നെ ശരിക്കും ചീത്ത പറഞ്ഞു. എന്നെ കാണുന്ന തന്നെ കഞ്ചനാമ്മയ്ക്ക് കലിയാ. എന്തിനാ കിരിയോട്ട അവരെന്നോടിങ്ങനെ? എന്റെ പൊന്നു ശാലു, മനുഷ്യൻ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളിൽ കിടന്ന് വെന്തുരുകിയിട്ട് അല്പം മനസമാധാനത്തിന് വേണ്ടിയിട്ടാ വീട്ടിലേക്ക് വന്ന് കയറുന്നത്. അപ്പൊ അവിടെയും സ്വസ്ഥ വരില്ലെന്ന് വെച്ചാ ദിസ് ഇസ് ടു മച്ച്. ഇത്തരം സില്ലി മാറ്റേഴ്സുമായിട്ട് വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഓഫീസിലോ പുറത്തോ എവിടെ വേണമെങ്കിലും എന്തു സഹിക്കാം. പക്ഷെ വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോ ഭാര്യമാരുടെ ഈ പരാതി പറച്ചില്ല സഹിക്കാൻ വയ്യാത്തത്. എടാ കുഞ്ഞെ, നീ എന്തായി കാണിക്കുന്നത്? കോടാലി കൊണ്ടാണോ മടല് കയറുന്നത്? അതവിടെ ഇട്ടേക്ക്, ഗോപാലം വന്ന് ചെയ്തോളും. കോടാലി ഇങ്ങനെ തെറ്റി കയ്യോ കാലോ മുറിഞ്ഞ പിന്നെ അത് മതി. ഓ സാരമില്ല ടീച്ചറമ്മേ, ഇതെനിക്ക് കീറാനുള്ളതേ ഉള്ളൂ. എന്തിനാ അവരുടെ ആളെ നിർത്തി കൂലി എടുക്കുന്നേ? എടാ നീ ഇതൊക്കെ ചെയ്യാനും മാത്രം ആകട്ടെ, ഇപ്പൊ ഏതായാലും വേണ്ട. കോടാലി അവിടെ ഇട്ടിട്ട് ഇങ്ങി വന്നേ. അയ്യോ എന്റെ ടീച്ചറമ്മേ, ഇതിലും വലിയ ജോലികളൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കടയിൽ പാറൂട്ടിക്കാൻ വരെ പോയിട്ടുണ്ട് ഞാൻ, അറിയോ? നീയോ? കൂപ്പിൽ തടി പിടിക്കാൻ പോയിട്ടുണ്ട്, വല വലിക്കാൻ പോയിട്ടുണ്ട്, റോഡ് പണിക്ക് പോയിട്ടുണ്ട്, ഇഷ്ടിക ചുമക്കാൻ പോയിട്ടുണ്ട്. ഒടുക്കാ വണ്ടി മേടിച്ച് ഇസ്തിരി പണിക്കിറങ്ങിയത്. പക്ഷേ വണ്ടി അലണ്ട് മോട്ടിച്ചോണ്ടും പോയി. എന്നാലും എന്റെ കുഞ്ഞെ, ഈ ചെറുപ്രായത്തിൽ നീയെ. അയ്യോ എന്റെ ടീച്ചറമ്മേ, മീനാക്ഷിയൊക്കെ അടുത്തൊന്നും പറഞ്ഞേക്കല്ലേ. അക്കയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഇസ്തിരി പണിക്ക് പോയത് മാത്രമേ അക്കയ്ക്ക് അറിയൂ. മറ്റേതൊക്കെ അറിഞ്ഞാ അക്കയ്ക്ക് സങ്കടാവും. ആ, നീ വലിയ കുറുമ്പുകാരിയാണെന്ന് മുത്തു പറയായിരുന്നു. അയ്യോ എന്റെ അക്ക, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ ടീച്ചറമ്മ ചുമ്മാ കള്ളം പറഞ്ഞതാ. മീനാച്ചി, മോളെ മീനാച്ചി. ടീച്ചറമ്മേ, അരുന്ധതിയമ്മയും അനന്തോമാനും വരുന്നേ. மீனாட்சி, மீனாட்சி அனந்து போட்டு போனாங்க இல்ல, ரேணு சேர்த்து போன மாதிரி அனந்துட்ட சொல்ல வந்துட்டீங்களே. വാ മീനാച്ചി പോലാം. അനന്തു, ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടാ അനന്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇങ്ങനെയൊന്നും കാട്ടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? മീനാക്ഷിക്ക് വിഷമാവില്ലേ? അപ്പൊ അനന്തുക്ക് വിഷമില്ല? അനന്തുവിന് അവിടെ അമ്മയില്ലേ? ഇവിടെ മീനാക്ഷിയുടെ അമ്മയെ കാണാനല്ലേ മീനാക്ഷി വന്നത്? ഇതാണോ മീനാക്ഷിയുടെ അമ്മ? അതെ. അപ്പൊ മീനാക്ഷിയുടെ അമ്മ ചത്തുപോയില്ല? അനന്തുവിനോട് ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? പാച്ചറണ്ണേ. ആഹാ, അയാളാണോ അനന്തുവിനോട് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞത്? ഇന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ വാച്ചറണ്ണ അനന്തുവെ പറ്റിக்கிறதுக்காக പോയി சொன்னாங்கல்ல? പിന്നല്ലാതെ, ഞാൻ തന്നെയാ മീനാക്ഷിയുടെ അമ്മ. കള്ളൻ വാച്ചറണ്ണ. ഇന്നേക്ക് ഞാൻ അങ്ങ് ചെല്ലട്ടും പയല്. അനന്തു വേണ്ട. ஐயோ அப்படியெல்லாம் சொல்லக்கூடாது இல்லையா? அனந்து மறந்து போச்சு. அனந்துவுக்கு அருவா வாங்கி தராம இருக்க கூடாது இருந்தது அம்மா. இனி நான் அப்படி ஒன்றும் சொல்ல மாட்டேன். ഈ ചെറുക്കനേതാ? അനന്തോമാവൻ എന്നെ മറന്നുപോയോ?
ഇന്നാള് മീനാക്ഷിക്കാനെ കാണാൻ വന്നപ്പോ ഞാൻ അലുവ കൊണ്ടുവന്നില്ലേ? നീ ഒരു പീസ് അലുവ തന്നെ കൊടുത്ത, അതിനാലതാ മറന്നു പോച്ച്. അരുന്ധതി അമ്മേ, അനന്ത് മീനാക്ഷിയും കൂട്ടി പോയി കളിച്ചോട്ടെ. അതിനി എന്നോടല്ല, ദാ മീനാക്ഷിയുടെ അമ്മയോടാ ചോദിക്കേണ്ടത്. കളിച്ചോട്ടെ. ഓ അതിനെന്താ, കളിച്ചോ. പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ആ, വാ മീനാക്ഷി, നീ വാടാ ചക്ക. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാ അയാളുടെ വിചാരം. പാവം, അയാളുടെ അമ്മ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോഴാ ഏറെ സങ്കടം. മീനാക്ഷിയെ കാണണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് ആ പാവത്തിന്റെ ദേഹം ആകെ മാന്തി കീറിക്കളഞ്ഞു. നിർബന്ധം സഹിക്ക വയ്യാതായപ്പോഴാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ടീച്ചർക്ക് അതുകൊണ്ട് അസൗകര്യമൊന്നും ആയില്ലല്ലോ. മാഡം എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? സത്യം പറഞ്ഞ എനിക്ക് മാഡത്തിനോട് ഇപ്പൊ അസൂയ പോലും തോന്നുന്നുണ്ട്. അതെന്തിനാ ടീച്ചർ? ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് എത്രയോ പേരുടെ അമ്മയാണ് മാഡം. ദൈവത്തിന്റെ കൈപ്പിഴകൾ കൊണ്ടോ മുജ്ജന്മ പാപഫലം കൊണ്ടോ എങ്ങനെയോ ശപിക്കപ്പെട്ട ജന്മങ്ങൾ പോലെ ജീവിക്കേണ്ടി വരുന്ന ഇവർക്ക് ഒരു തണലാകാൻ കഴിയുന്നത് ഒരു വലിയ സുഹൃതം തന്നെയാണ്. ടീച്ചർ പറഞ്ഞ പോലെ കർമ്മം കൊണ്ട് മാത്രം അമ്മയാകാൻ വിധിക്കപ്പെട്ടവളാണ് ഞാൻ. ജന്മമേകാൻ മാത്രം ഭാഗ്യമില്ലാത്തവൾ. താലോലം പോലൊരു സ്ഥാപനത്തിന്റെ നടത്തിപ്പിലൂടെ മാഡം അനുഭവിക്കുന്ന സുഖവും സംതൃപ്തിയും ഒക്കെ എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് എനിക്കിപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. മീനാക്ഷി വന്നതിന് ശേഷം, മുത്തു വന്നതിന് ശേഷം ആ സുഖവും സംതൃപ്തിയും എല്ലാം ഞാൻ അറിയുന്നു മാഡം. ടീച്ചറിനും നല്ലൊരു മാറ്റം കാണാനുണ്ട്. ഞാനിപ്പോ ഒന്നും ഓർമ്മിക്കാൻ ശ്രമിക്കാറില്ല മാഡം. ഈ കുട്ടികളുടെ സ്നേഹത്തിനും പരിചരണത്തിനും എല്ലാം മുന്നിൽ മറ്റെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. ആ, ഞാൻ മാഡത്തിന് കുടിക്കാനൊന്നും തന്നില്ലല്ലോ. ഞാൻ ചായ എടുക്കാം. ചായ മാത്രം ആക്കണ്ട, ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എനിക്ക് വളരെ സന്തോഷം. വാ മാഡം. അറിഞ്ഞോ വിശേഷമൊക്കെ? നിന്റെ വീട്ടിൽ പുതിയ അഭയകേന്ദ്രം തുറന്നിരിക്കുന്നു. താലോലത്തിന്റെ ഒരു ബ്രാഞ്ച്. റിട്ടയർഡ് ഹെഡ് മിസ്റ്റർ നിർമ്മല ടീച്ചറാണ് MD. അതായത് നിന്റെ തള്ള. നിന്റെ തള്ളക്ക് എന്താടി ഭ്രാന്താണോ? ഇല്ലെങ്കിൽ പിന്നെ മക്കളെയൊക്കെ അടിച്ചിറക്കി വിട്ടിട്ട് തെരുവിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കണ്ട തെണ്ടി പിള്ളേരൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിക്കോ? ധനേട്ടൻ ഇതെന്താ പറയുന്നേ? പച്ച പരമാർത്ഥം. സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കടി. അമ്മ എന്ത് ചെയ്തെന്നാ? ഓ, ഞാൻ ഇത്രയും നേരം പറഞ്ഞു നീ ചെവി കൊണ്ടല്ലാതെ പിന്നെ എന്തോ കൊണ്ടടി കേട്ടത്? എടി, ആ താലോളത്തിൽ അന്തേവാസി ഒരു ഊമപ്പെണ്ണില്ലായിരുന്നോ? സദാശിവന്റെ കേസിലെ ആ പെണ്ണ്. ആ, അവളെ അവളുടെ ആങ്ങള ആ തെണ്ടി ചെറുക്കനെയും പിടിച്ച് നിന്റെ അമ്മ വീട്ടിൽ കയറ്റി പൊറപ്പിച്ചേക്കുവാണെന്ന്. നീ ഇവിടെ കാ കീന്നൊക്കെ പറഞ്ഞോണ്ട് നിന്നോ. ഒടുവിൽ നീയൊക്കെ അനുഭവിക്കേണ്ടതെല്ലാം വല്ല തെണ്ടി പിള്ളേരും കൊണ്ടുപോകുന്ന കാണാം. സത്യമാണോ ധനേട്ട ഈ പറയുന്നേ? പിന്നല്ലാതെ. ആദ്യമൊന്നും കേട്ടപ്പോ ഞാനും വിശ്വസിച്ചില്ല. ഒടുവിൽ നേരിട്ട് എന്ന് കണ്ടപ്പോഴല്ലേ കാര്യങ്ങളെല്ലാം ബോധ്യമായത്. ധനേട്ടൻ വീട്ടിൽ പോയിരുന്നോ? ആ, കൊള്ളാം. എന്നിട്ട് വേണം നിന്റെ തള്ള എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ. ഞാൻ ആ അലക്സിന്റെ ടെറസിൽ നിന്ന് കണ്ടതാടി. കളിയും ചിരിയും തമാശയും കോലം വരെയും എന്ന് വേണ്ട. തിരുവോണം അല്ലേ അവിടെ, തിരുവോണം. ഇതിന്റെ എല്ലാം പിന്നിൽ ആ പെണ്ണുമ്പിള്ളയാ, ആ അരുന്ധതി മേനോൻ. ഒടുവിൽ സ്വത്ത് മുഴുവൻ നിന്റെ തള്ളയെ കൊണ്ട് അവർ താലോലത്തിന്റെ പേരിൽ എഴുതി വെപ്പിക്കും. അല്ലെങ്കിൽ നീ നോക്കിക്കോ. ഇല്ല, ഈ രാധിക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. ആ, ഇതിനോടകം അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. ഇപ്പോ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. എന്താ? കളികൾ മുഴുവൻ കളിച്ചിരിക്കുന്ന അവരാ ആ അരുന്ധതി. രേണുകയെ ഇല്ലാതാക്കിയതും നിന്നെയും എന്നെയും എല്ലാം ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള കരുക്കൾ നീക്കിയതും എല്ലാം അവരാണ്. സിറ്റിയുടെ ഹൃദയഭാഗത്ത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആ വീടും പ്രോപ്പർട്ടിയും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. നമ്മൾ ഇനി എന്ത് ചെയ്യും ധനേട്ട? കാത്തിരിക്കുന്ന മണ്ടത്തരമാണ്. ഒട്ടും സമയം കളയാതെ
എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നമുക്ക് കേസ് കൊടുത്താലോ? അവര് ബുദ്ധിപൂർവ്വമാണ് കളിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ആ തെണ്ടി പിള്ളേരെ അവിടെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് അവറ്റകളെ അടിച്ചിറക്കി വിട്ടാലോ? അത് കൂടുതൽ ദോഷം ചെയ്യുള്ളൂ. അവർ താലോളത്തിന് അന്തേവാസികളാണ്. മനുഷ്യാവകാശമൊന്നും മണ്ണാങ്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നേട്ടാ? നീ പോയി അമ്മയോട് കാര്യമായിട്ടും സംസാരിക്കും. ഇത്തിരി കരയാൻ പറയുകയൊക്കെ വേണമെങ്കിൽ ആയിക്കോ. ഇനി അനുനയം കൊണ്ടേ കാര്യമുള്ളൂ. അന്ന് പോകരുതെന്ന് പറഞ്ഞ് അമ്മ നമ്മുടെ കാല് പിടിച്ചതാ. അന്നത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്.